നമസ്കാരം. വിഷുബലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഈ ഒരു വർഷം എല്ലാവർക്കും ഐശ്വര്യ സമ്പൽ സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുംഭശനി മേടവ്യാഴക്കാലം കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 അല്ലെങ്കിൽ 2024 ഏപ്രിൽ മാസം 13 ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം മിഥുനക്കൂറിൽ ശുക്ലപക്ഷ ഷഷ്ടി തിഥി പന്നിക്കരണം ശോഭനനാമ നിത്യയോഗം എന്നിവ ചേർന്ന് വരുന്ന സമയത്താണ് ഇത്തവണ മേടവിഷു സംക്രമം നടക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന മേടരാശിക്കൂറിൽ ജനിച്ച ആളുകൾ, നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി മൂലം ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നതിനിടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. കുറേ കാലമായി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലയളവിൽ നിന്ന് കുറേയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ആവശ്യമില്ലാണ്ട് ചിന്തിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ചെറിയ കാര്യങ്ങളിൽ ചിന്തകൾ കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളിലുണ്ടാകാം. അത് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. പൊതുവേ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വിഷു വർഷമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായി കിട്ടാനുണ്ടായിരുന്ന ധനത്തിൻ്റെയൊക്കെ ലഭ്യത പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഉണ്ടാകുന്നതിനിടയായി തീരുമെന്ന പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം കാണുന്നുണ്ട്. സ്വാർത്ഥ ചിന്തയൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും അത്തരം സ്വഭാവരീതികൾ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ നോക്കുന്നത് ഗുണകരമാണ്. കാരണം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതൽ ആയി കാണുന്നുണ്ട്. വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകളൊക്കെ സംഭവിക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. കാർത്തിക മുക്കാലും രോഹിണി മകയിരത്തരയും ചേരുന്ന ഇടവരാശിക്കൂറിൽ ജനിച്ച ആളുകൾ പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടി മറ്റും എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു സ്വഭാവരീതിയുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചു പോകുന്ന ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഈ വിഷു കാലയളവിൽ അത്തരം രീതികളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാൻ പരിശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമൊന്നും എടുക്കാൻ കഴിയാതെ കുറേ കാലമായി വിഷമിച്ചൊക്കെ വന്നിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു ഒരു വർഷം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. സാമ്പത്തികമായ ചെലവാക്കലുകൾ വളരെ കരുതലോടുകൂടി നിങ്ങൾ ഈ ഒരു വിഷുവർഷം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് പോലും ചിലപ്പോൾ പണമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നതിന് ഇടയായി തീർന്നേക്കാം. സാമ്പത്തികമായ ചെലവുകൾ വല്ലാണ്ട് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ഈ വിഷുവർഷം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകുറ്റങ്ങളിൽ പോലും വാളോങ്ങുന്ന എടുത്തു ചാടി പ്രതികരിക്കുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പോലും പലപ്പോഴും വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. വാഗ്വാദങ്ങൾക്ക് കഴിവതും പോകാതിരിക്കാൻ നോക്കുന്നതാണ് ഈ ഒരു വിഷുവർഷം ഏറ്റവും നല്ലത്. ഒന്ന് കണ്ടകശനി കൂടിയുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വാഗ്വാദങ്ങൾക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുമായി ഒരു ഏറ്റുമുട്ടലുകളിലേക്കൊക്കെ പോകുന്നതിന് പോലും സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അധികം വാശി പിടിക്കാണ്ട് കാര്യങ്ങൾ നേടാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും പണമിടപാടുകളൊക്കെ നടത്തുന്ന ഒരു സ്വഭാവരീതി നിങ്ങളിൽ ഉണ്ടാകാം. മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലം ചേരുന്ന മിഥുനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ എല്ലാ കാര്യങ്ങളിലും ആദ്യം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. വെറുതെ എതിർപ്പുകൾക്ക് പോകാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ടൊരു കാര്യവും ചെയ്യിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർ നമ്മളുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് ഫീൽ ചെയ്യും. എന്നാൽ അനുനയത്തിന് വല്ലാണ്ട് വഴങ്ങുന്ന ഒരു രീതിയും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. ഭംഗിയായി സംസാരിക്കുന്നതിന് കഴിവുള്ള വ്യക്തിത്വമാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും ആ കഴിവ് പൂർണ്ണമായി വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ആ പോരായ്മ പരിഹരിക്കാൻ
ഈ ഒരു വിഷു കാലയളവ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായ തോതിൽ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദൂരദേശ യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾ കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. കഴിവതും ബഹളമൊന്നും കാണിക്കാതെ ശാന്തചിത്തരായി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഈ വിഷു കാലയളവിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. പലപ്പോഴും ഒരുപാട് ത്യാഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ സഹിക്കേണ്ടുന്ന ഒരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചുണ്ടാകും. കുറച്ച് നല്ലതുപോലെ പോയിട്ട് പെട്ടെന്ന് താഴേക്ക് പോരുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താഴേക്ക് വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. ചുറ്റുപാടുകളുമായി കഴിവതും ഇണങ്ങിപ്പോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. നിരൂപണത്തിലും മറ്റും വലിയ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ മറ്റുള്ളവരെ തീർത്ത് നിരൂപണം ചെയ്യുമ്പോൾ അവർക്കത് മാനസികമായി വല്ലാണ്ട് വിഷമങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി മാത്രം അത്തരം കാര്യങ്ങൾക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ക്ഷമാശീലം പുലർത്തി മുന്നോട്ട് പോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. പുണർദത്തിൽ കാലം പൂയവും ആയില്യവും ചേരുന്ന കർക്കിടക രാശിക്കൂറിൽ ജനിച്ച ആളുകൾ പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ആ പോരായ്മ പരിഹരിക്കാൻ ഈ ഒരു വർഷം ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ പല പ്രകാരേണയുള്ള ചുമതലകൾ വന്നു ചേരുന്നതിന് ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിർബന്ധ ബുദ്ധി നിങ്ങളുടെ ഒരു പ്രശ്നമാണ്. കഴിവതും നിർബന്ധശീലം കുറച്ച് വെച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള എല്ലാവരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവരീതി നിങ്ങളിൽ ഉണ്ടാകാം. അത് അപകടകരമാണ്. കാരണം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ചതിക്കുഴികളിലൊന്നും പോയി വീഴാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഏത് കാര്യവും ആലോചിച്ച് മാത്രം പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷേ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മേഖലയിലും മാറ്റങ്ങൾക്ക് സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പെട്ടെന്നൊരു തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിലേക്ക് പോകാതിരിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പലപ്പോഴും വരുമാനമൊക്കെ മുട്ടി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. കുറേ കാലമായി വിഷമസ്ഥിതിയിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആയിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. മകം പൂരം ഉത്രത്തിൽ കാലം ചേരുന്ന ചിങ്ങരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സ്ഥാനചലനമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പ്രയോജനകരമായിട്ടുള്ള സ്ഥാനചലനങ്ങൾ ആണെങ്കിൽ കഴിവതും അത് ഏറ്റെടുക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബന്ധുക്കളുമായി ചെറിയ തോതിൽ കലഹമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. മനസമാധാനം അല്പം കുറയുന്ന ചില രീതികൾ കുടുംബത്തിൽ ഉണ്ടായേക്കാം. തെറ്റിദ്ധാരണയുടെ പേരിലും മറ്റും അപ്രകാരമുണ്ടാകുന്ന കാര്യങ്ങളെ സംയമനത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. ദൂരദേശ യാത്രയ്ക്കൊക്കെ തയ്യാറെടുത്ത് കുറേ കാലമായി തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്ന ആളുകൾക്ക് അത്തരം തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി ദൂരദേശ യാത്രയ്ക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി അല്ല ആദ്യം ലഭിക്കുന്നത് എങ്കിൽ പോലും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. അവിചാരിതമായി ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണമൊന്നും ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കഴിവതും അകന്നു നിൽക്കാൻ നോക്കിയില്ലെങ്കിൽ ചതിക്കുഴികളിൽ പോയി പെടുന്നതിന് ഇടയായിത്തീരുമെന്ന പ്രത്യേകത ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പൂർവികരാൽ
സമ്പാദിക്കപ്പെട്ട സ്വത്ത് വകകളുടെ പേരിലും മറ്റും ചില തർക്കങ്ങൾ ഉടലെടുക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള തർക്കങ്ങളെയും സംയമനത്തോടുകൂടി നേരിടാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരയും ചേരുന്ന കന്യരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കൗശലബുദ്ധി നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും പാവങ്ങളാണ്. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പതറാറുണ്ട്. ചെറിയ സിറ്റുവേഷനിൽ പോലും ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. നിങ്ങളുടെ ആ മനസ്സിലെ ചാഞ്ചല്യ സ്വഭാവവും മറ്റുള്ളവരോടുള്ള കരുണയുമൊക്കെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കാൻ കഴിവതും ഈ ഒരു വർഷം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു രീതിയും നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. പലപ്പോഴും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പൊതുസമൂഹത്തിൽ പോലും ധാരണയുള്ള പല ആളുകളെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. അത്തരം സ്വഭാവ രീതികൾ നിയന്ത്രിക്കാൻ നോക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചതിക്കുഴികളിലൊക്കെ പോയി വീഴുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും സഹായങ്ങൾ ചെയ്യുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ സഹായം ലഭിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുമെന്ന പ്രത്യേകത ഈ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകാം. ദൂരെയുള്ള നോട്ടത്തിന് നിങ്ങളെ അഹങ്കാരികളായും അഹംഭാവികളായും ഒക്കെ തോന്നുമെങ്കിലും നൈർമല്യമുള്ള ഒരു സ്വഭാവ രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരോടും പൊട്ടിത്തെറിച്ച് സംസാരിക്കാതിരിക്കാൻ നോക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. വളരെ ശ്രേഷ്ഠമായ ചില പദവികളിലും മറ്റും എത്തുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കാം. ചിത്രരയും ചോദ്യയും വിശാഖത്തിൽ മുക്കാലം ചേരുന്ന തുലാരാശിക്കൂറിൽ ജനിച്ച ആളുകൾ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ്, വിഷു വർഷമാണ് വരാൻ വേണ്ടി പോകുന്നത്. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ കണക്കുകൾ സൂക്ഷിക്കാത്ത സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഈ ഒരു വിഷുവർഷം കണക്കുകൾ സൂക്ഷിച്ച് മാത്രം എല്ലാ ചെലവുകളും എഴുതി സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നൊരു പ്രതിജ്ഞ ഇന്ന് ഈ വിഷു ദിവസം എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. എന്ത് തെറ്റാണെന്ന് തോന്നിയാലും കഴിവതും പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ആകർഷകമായ പെരുമാറ്റം മൂലം വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നൊരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ താല്പര്യം നിങ്ങളെ സംബന്ധിച്ച് കൂടുകയും പുതിയ അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ്. അവസരവാദപരമായി പെരുമാറുന്ന സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ അടുത്ത ചില സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കഴിവതും അഭിമാനത്തിന് കോട്ടം വരാതെ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ന്യായവും ധർമ്മവും വിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിവതും ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ അധീനതയിൽ കൂടുതൽ കഴിയാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. ഇപ്പം മേലധികാരികളും മറ്റും പറയുന്നത് കേൾക്കണം എങ്കിൽ പോലും അവരുടെ അധീനതയിലേക്ക് പൂർണ്ണമായി മാറാതിരിക്കാൻ ഒന്ന് നിങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് ക്രമീകരിക്കുന്നത് നല്ലതാണ്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചിക രാശിക്കൂറിൽ ജനിച്ച ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. ഏത് കാര്യമാണെങ്കിലും ആദ്യം പ്രതികരിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. ഭാവിയെപ്പറ്റി ആവശ്യമില്ലാതെ ആശങ്കകൾ വെച്ച് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക. ആ ആശങ്കകൾ പലപ്പോഴും നിങ്ങൾക്ക് അപകടകരമാണ്. അലസതാ സ്വഭാവവും കഴിവതും നിയന്ത്രിക്കുവാനോ മാറ്റുവാനോ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണം ചെയ്യും. എല്ലാവരുമായിട്ടുമൊന്നും ചങ്ങാത്തം സ്ഥാപിക്കുന്ന ഒരു സ്വഭാവ രീതി അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ ചങ്ങാത്തം സ്ഥാപിക്കപ്പെടുന്ന ആളുകളോട് വളരെ ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. ഏത് വിപരീതമായ പരിതസ്ഥിതിയിലും നിലനിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ആ നിലനിൽപ്പുകൾ മാറ്റാതെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ്. ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് സദസ്സുകളിലും മറ്റും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വിഷു വർഷം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഏറ്റെടുക്കുന്ന ഏത് ജോലിയാണെങ്കിലും കൃത്യതയോടുകൂടി സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ചെറിയ
എതിർപ്പുകൾ കൊണ്ട് ഒരു കാരണവശാലും പ്രവൃത്തി മേഖല വിടാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത് നല്ലതാണ്. കുറേ കാലമായി വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമൊന്നും എടുക്കാൻ കഴിയാതെ വിഷമിച്ചൊക്കെ വന്നിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി കുറച്ച് വിട്ടുവീഴ്ചകൾ ഒന്ന് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഏത് പ്രവൃത്തിയും ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിച്ചേർക്കുന്നതിന് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. മറ്റുള്ളവർക്ക് തോന്നാത്ത പല പ്രകാരേണയുള്ള ആശയങ്ങളും മനസ്സിലുദിക്കുന്നതിനും ഇടയായിത്തീരുമെന്ന പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മൂലം പൂരം ഉത്രാടത്തിൽ കാലം ചേരുന്ന ധനുരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കുറച്ച് ദുരഭിമാനികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വല്ലാത്ത ഈർഷ്യയോടുകൂടി കാണുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. ആ സ്വഭാവ രീതി ഒന്ന് നിയന്ത്രിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മളെ സഹായിക്കാൻ എത്തുന്ന ആളുകളിൽ പോലും കൈകടത്തൽ എന്ന നിലയിൽ വ്യാഖ്യാനിച്ച് പിണങ്ങുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആകർഷകമായ പെരുമാറ്റം മൂലം വലിയ നേട്ടങ്ങളും ഉന്നത സ്ഥാനമൊക്കെ അലങ്കരിക്കുന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും മനസ്സിൽ ഉദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. ആ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നോക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. എപ്പോഴും ഉയർച്ച താഴ്ചകളൊക്കെയായി മാറി മറിയുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. താഴ്ചകൾ വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഉയർച്ചകളിലേക്ക് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഷ്ടപ്പാടുകളെ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കഷ്ടപ്പാടുകളെ നേരിടാനുള്ള ഒരു ത്രാണിയും ബുദ്ധിയും നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ ബുദ്ധി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഈ ഒരു വർഷം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ചെയ്യും. വിദേശത്തേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ച് കുറേ കാലമായി തടസ്സങ്ങൾ നേരിട്ടിരുന്ന ആളുകൾക്ക് അത്തരം തടസ്സങ്ങൾ ഒന്ന് മാറിക്കിട്ടുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഉയർന്ന ജീവിത ആദർശമൊക്കെ പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. ആരെ സ്നേഹിച്ചാലും അവരിൽ നിന്ന് ചെറിയ നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേരുന്ന മകരരാശിക്കൂറിൽ ജനിച്ച ആളുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഉത്കണ്ഠ പിടിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഒരിക്കലും യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന സ്വഭാവ രീതിയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അതും ഒന്ന് നിയന്ത്രിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പണമിടപാടുകൾ നടത്താതിരിക്കാൻ ഈ ഒരു വിഷുവർഷം നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം. ഏത് കാര്യവും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ്. ഒരേ സമയത്ത് കഴിവതും ഒന്നിലധികം കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു കാര്യവും ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. പെട്ടെന്ന് കോപിഷ്ഠരാകുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് കോപം കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ വിവാദങ്ങളും മറ്റുമായി തീരുന്നതിന് ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അധികം അടുപ്പമില്ലാത്തവർക്ക് വേണ്ടി പലപ്പോഴും ഇടപെടുന്നത് മൂലം പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു രീതി ഉണ്ടാകാം. അതുകൊണ്ട് അത്തരം സ്വഭാവ രീതികളിൽ നിയന്ത്രണം വരുത്താൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവിടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലും ചേരുന്ന കുംഭരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കുറേയേറെ എതിർപ്പുകളെ നേരിടേണ്ടുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. എത്ര തന്നെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ആ എതിർപ്പുകളെ അതിജീവിച്ചു പോകുവാനുള്ളൊരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ കഴിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര വലിയ സ്നേഹിതരാണെങ്കിലും എല്ലാവരെയും കണ്ണുമടച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതിയല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത്. സ്വാർത്ഥ ചിന്തയും മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്വാർത്ഥ സ്വഭാവം അല്പം നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരെയും ഒന്നും അധികം അടുപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി അല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അടുപ്പം തോന്നുന്ന ആളുകളോട് വലിയ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. തൊഴിൽ സംബന്ധമായ വിഷമതകളൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്നൊരു
വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. അന്യ ദേശത്ത് നിന്നും മറ്റും ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്, വിഷുവർഷം കൂടിയാണ് വരാൻ പോകുന്നത്. വിവാഹ സംബന്ധിയായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ കുറേ കാലമായി വിഷമിച്ചൊക്കെ വന്നിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. ലോൺ സംബന്ധമായ പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണമൊക്കെ ആഗ്രഹിച്ച് കുറേ കാലമായി നടക്കാണ്ട് വിഷമിച്ചൊക്കെ വന്നിരുന്ന ആളുകൾക്ക് ലോൺ സംബന്ധമായ കാര്യങ്ങളിലും മറ്റും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിന് സാധിക്കുകയുമൊക്കെ ചെയ്യുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത്. പൂരട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന മീനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ താല്പര്യ സംരക്ഷണത്തിനായി പലപ്പോഴും വളഞ്ഞ വഴിയൊക്കെ തേടേണ്ടുന്ന സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും. ഉത്തരവാദിത്തമുള്ള പദവികളിലൊക്കെ ഏർപ്പെടുന്നതിനും ഇടയായിത്തീരുന്നൊരു ആഴ്ചയാണ്, വർഷമാണ് വരാൻ പോകുന്നത്. കടബാധ്യതകളിൽ വീഴാതിരിക്കാൻ ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. കോടതി സംബന്ധമായി കുറേ കാലമായി വിഷമങ്ങളൊക്കെ നേരിട്ടിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഏത് വിഷയവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. സുഹൃത്തുക്കളിൽ നിന്നും മറ്റും സഹായങ്ങളൊക്കെ ലഭ്യമാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ദൂരദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്കും പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം. പുതിയ വാഹനമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലങ്ങളായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. പലപ്പോഴും കിട്ടാനുള്ള പണമൊക്കെ ലഭിക്കാതിരിക്കുകയും എന്നാൽ കൊടുക്കാനുള്ളവ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഏത് തരത്തിലുള്ള തർക്കങ്ങളാണെങ്കിലും ആ തർക്കങ്ങളെ രമ്യമായി പരിഹരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. ചെറിയ ചില രോഗങ്ങളൊക്കെ ബാധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കഴിവതും സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായ ചികിത്സ നൽകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നത്തെ വിഷുഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷുഫലത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ദശാപഹാര ചിത്രകാലങ്ങൾക്കൊക്കെ അനുസരിച്ച് പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം എന്ന് വെച്ച് നിങ്ങളത് പൂർണ്ണമായി നെഗറ്റീവാണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ പ്രവർത്തിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, തീർച്ചയായും നമ്മൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.